നമുക്കിന്നൊരു മാന്തൽ കറി വെച്ച കഥ കാണാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മാന്തൽ ക്ലീൻ ചെയ്യുന്നതും കറി വെക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇത് ധനീഷ് എൻ്റെ കയ്യിലോട്ട് കൊണ്ടു തന്നപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷേ ക്ലീൻ ചെയ്യാൻ തന്നപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് മൊത്തം പോയായിരുന്നു. കാരണം ഇത് പീൽ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ സ്കിന്ന് വലിച്ചൂരിയെടുക്കാനായിട്ട് എനിക്ക് അറിയാനുണ്ടായില്ല. കുറേ ഫ്ലഷൊക്കെ ആ സ്കിന്നിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയായിരുന്നു. ഇത് ഇങ്ങനെ തന്നെയാണോ ക്ലീൻ ചെയ്യണമെന്നും എനിക്കറിയില്ല. എനിക്ക് അറിയണ പോലെയൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. പക്ഷേ ഇത് ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. അതിങ്ങനെ പീൽ ചെയ്തെടുക്കുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാനിത് എങ്ങനെയൊക്കെയോ ക്ലീൻ ചെയ്തെടുത്തു. കുറച്ച് പീസസ് വറക്കാനും കുറച്ച് കറി വയ്ക്കാനും വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് ക്ലീനാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് കറി വയ്ക്കാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ കറി നമ്മളിത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എനിക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കണം. സവാള ഇടണ്ട, ചുവന്നുള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. എന്നിട്ട് നമ്മൾ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചതച്ച് വെച്ചേക്കുന്ന ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ കറിവേപ്പിലയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എപ്പോഴും നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ ചുവന്നുള്ളി ഇടുകയാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഞാൻ പറഞ്ഞു തരേണ്ട, നിങ്ങൾക്കൊക്കെ അറിയാമെന്നറിയാം. എന്നാലും ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ തക്കാളി നന്നായിട്ട് കുക്കാവണ വരെ വെയിറ്റ് ചെയ്യണം. തക്കാളി നന്നായിട്ട് കുക്കായി കഴിയുമ്പോൾ പൊടികൾ ഇട്ട് കൊടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഇച്ചിരിക്കോളം വെള്ളം ഒഴിച്ചിട്ട് ആ ഗ്രേവി ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് സെറ്റ് ആവണ വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മുടെ കറിക്ക് എന്തോരം ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിനെ നന്നായിട്ട് തിളപ്പിക്കാൻ വെക്കണം. ഈ സമയത്ത് അതിലേക്ക് കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. നമ്മുടെ അവിടെ വിനാഗിരിനെ ചൊറുക്കാന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ നമ്മൾ അതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ഒരുപാട് സ്പൂണിട്ട് ഇളക്കണ്ട. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മീനായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി കറിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മീൻ കറി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി മാന്തൽ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബൈ.